സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഉർവശി ചന്ദ്രശേഖരനോട് പറയണേ, അത് ചന്ദ്രേട്ടാ, കുറേ നാളെ ഞാനിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് അത് കാരണം സാറാമ്മയുടെ എന്ന് പറഞ്ഞ ആ പാർട്ടിക്കുണ്ടല്ലോ ചന്ദ്രേട്ടൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട്. എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ സാറാമ്മയുടെ പറയാൻ തോന്നിയല്ലോ, നമുക്കിനി ഒരുമിച്ച് പോകാമല്ലോ അല്ലേ ചന്ദ്രേട്ടാ? കൽപ്പനെ, ഇന്നേ വൈകിട്ട് നീ ചന്ദ്രേട്ടൻ്റെ കൂടെ പാർട്ടിക്ക് പോകാനുള്ളതാ. കുറേ VIP കളൊക്കെ വരുന്ന പാർട്ടിയാ. നീ എന്നെ ശരിക്കും ഒന്ന് ഒരുക്കി തരണം കേട്ടോ. അതിനെന്താ ചെറിയമ്മേ, നോക്കിക്കോ, ആ പാർട്ടിയിൽ വരുന്ന മുഴുവൻ പേരുടെ ശ്രദ്ധ ചെറിയമ്മയുടെ കണ്ണിലേക്ക് തന്നെ ആയിരിക്കും. ഈ സമയം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതെ ഉർവശി, നീ ഇതെന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് സാറാ മാഡത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റീവ്സ് മാത്രം വരുന്ന അവർക്ക് വേണ്ടി മാത്രം കണ്ടക്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്. അതിൽ എന്നെ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് സാറാ മാഡത്തിൻ്റെ പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമോ അതിൽ ഞാനിങ്ങനെ നിന്നെയും കൂട്ടി പോകുന്നത്? എന്ത് ചന്ദ്രേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും നാളും ഞാനിവിടെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നില്ലേ? പുറം ലോകം കണ്ടിട്ട് പോലുമില്ല. ഇപ്പോൾ ചന്ദ്രേട്ടൻ്റെ കൂടെ ഒന്ന് പുറത്ത് കറങ്ങാമല്ലോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ആഗ്രഹമല്ലേ? ഉർവശി, ഞാനിപ്പോൾ പറയുന്നത് കേൾക്ക്. അതിൻ്റെ കാര്യം എന്താണെന്ന് നീ മനസ്സിലാക്ക്. തൽക്കാലം നീ എൻ്റെ ഒപ്പം ഒരു പാർട്ടിക്കും വരുന്നില്ല, മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരനകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം ഉർവശിയുടെ മുഖമൊക്കെ മാറി വല്ലാതെ ടെൻഷനാകുവാണ് കേട്ടോ. അന്നേരം കൽപ്പന പറയണേ, എന്നാലും ചെറിയമ്മേ, ചെറിയച്ഛൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എടുത്തടിച്ച പോലെ ചെറിയമ്മയോട് മറുപടി പറഞ്ഞത്? അന്നേരം ഉർവശി പറയണേ, അത് പിന്നെ അതിൻ്റെ കാരണം ചന്ദ്രേട്ടൻ പറഞ്ഞതാണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞു, എന്നാലും അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെ കാരണങ്ങളും കൂടി ഇല്ലേ? മാത്രമല്ല ചെറിയമ്മേനെ ഇപ്പോൾ കൂടെ കൊണ്ടുപോകുമ്പോൾ ചെറിയച്ഛന് നാണക്കേടാണെന്ന് സാറാ മാഡത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ചെറിയച്ഛൻ പറയാൻ ധൈര്യം കാണിച്ചില്ലേ? അതൊക്കെ ചില സൂചനകളാണ് ചെറിയമ്മേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഒന്നെരിവിരി കയറിയിട്ട് കൽപ്പനയും അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. അങ്ങനെ ഉർവശിയാണെങ്കിൽ അതെല്ലാം ആലോചിച്ച് ആകെ ടെൻഷനിലും പരിഭ്രമത്തിലും നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക വരടയുടെ നെറ്റിയിലിട്ടിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് മാറ്റി വീണ്ടും തുണി നനച്ചിടുന്നുണ്ട്. അതിനുശേഷം വരുണിനെ വിളിച്ചെണീപ്പിച്ച് കഞ്ഞി കുടിക്കാൻ പറയുക. എന്നാൽ വരുൺ ഇപ്പം തൽക്കാലം ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറയണേ. അന്നേരം രാധിക വരുണിനോട് ദേഷ്യപ്പെടണേ, എന്താ വരുണിത്? മരുന്ന് മേടിക്കാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു, എന്നാൽ അതിന് സമ്മതിച്ചില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും കൂടി ഒഴിവാക്കുവാണോ? ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എടോ രാധിക, എനിക്ക് കഴിക്കാൻ തോന്നണ്ടേ, പറ്റാത്തതുകൊണ്ടാണ്. എന്തായി പറ്റാതിരിക്കാൻ? രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അസുഖം കൂടുകയല്ലേ ചെയ്യുള്ളൂ. വരുൺ എന്ത് കൽപ്പിച്ചാ? എന്നെ തോപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തന്നെ തോപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാടോ? പിന്നെന്താ, മുമ്പ് തെരുവിലായിരുന്നപ്പോൾ വരുൺ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പെരുമാറിയിരുന്നത്. എന്നാൽ ഇങ്ങോട്ട് വന്നതിന് ശേഷമല്ലേ വരുൺ നീ മാറ്റം? എന്തുപറ്റി? ഇവിടെ വന്ന് താമസിക്കുന്നതിൽ വരുൺ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അച്ഛനും അമ്മയും എന്തെങ്കിലും ഒരു മോശം വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്താ വരുണിന് പ്രശ്നം? വരുൺ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് എന്നെ തോൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ആയിക്കോ, ഞാൻ തോറ്റുതരാം. വരുൺ കാണിക്കുന്ന ഈ ഓരോ കാര്യങ്ങളും ബാധിക്കാൻ പോകുന്നത് എന്നെയാണല്ലോ. അന്നേരം വരുൺ രാധിക്ക് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വരണേ, എടോ അങ്ങനെ തന്നെ ഞാൻ വിഷമിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? താൻ ആ കഞ്ഞി എനിക്ക് കോരുത്താം, എനിക്ക് കഞ്ഞി വേണം. തന്നോടല്ലേ അതെടുത്ത് തരാൻ പറഞ്ഞത്. അങ്ങനെ രാധിക സന്തോഷത്തോടെ വരുണിന് ഭക്ഷണമൊക്കെ കോരി കൊടുക്കുവാണ്. വരുൺ അച്ഛനും അമ്മയും എത്ര സന്തോഷത്തോടെയാണെന്നോ വരുൺ ഇവിടെ നിൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്രയും നാളും എനിക്കും വരുണിനൊക്കെ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സംതൃപ്തിയാണ് രണ്ടുപേർക്കും. അച്ഛൻ കൂടെ എന്നോടും അമ്മയോടും പറയും വരുണിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുതെന്ന്. അതുകൊണ്ട് വരുൺ ആവശ്യമില്ലാതെ ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് കളാം. നമുക്ക് മുമ്പിൽ ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ 100 വഴികൾ തുറന്നു കിട്ടും. നമ്മളെ ശരിക്കും വന്ന് കാത്തിരുന്നാൽ മാത്രം മതി. ഇനി നോക്കിക്കോ, വരുണിൻ്റെ കൂടെ എവിടെയാണെങ്കിലും ഞാനും വരും. മുമ്പൊക്കെ വരുൺ പല സ്ഥലത്തും വിളിക്കുമ്പോൾ ഞാൻ മടി പിടിച്ച് മാറിയിരുന്നിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല, എല്ലായിടത്തും ഞാൻ വരും. വരുണിനെ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാകാനേ പാടില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിട്ട് നോക്കാനേ വരുൺ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാം. അമ്മക്കോ അച്ഛനും മുത്തശ്ശിക്കൊക്കെ കൊടുത്ത് വാക്ക് പാലിക്കണ്ടേ? എൻ്റെ വരുൺ അവരുടെയൊക്കെ മുമ്പിൽ ജയിച്ച് നിൽക്കണം. അത് കാണാനാണ് എനിക്കിഷ്ടം. ഈ സമയം അതൊക്കെ കേട്ടിട്ട് വരുൺ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയണേ, എടോ രാധികെ, സത്യം പറഞ്ഞാൽ ഓരോ വിദേശ രാജ്യത്തും മറ്റുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമായേനെ. താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന അവസ്ഥയിലും താൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിലും വലിയൊരു ധൈര്യമായിട്ട് എനിക്ക് മറ്റെന്താണ് വേണ്ടത്? തന്നെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ജീവിതം ഫുള്ളും കളറാകും. അന്നേരം രാധിക പറയണേ, അതെനിക്ക് വരുൺ പറഞ്ഞത് ആ വാചകം ഇഷ്ടപ്പെട്ടു, ജീവിതം കളറാകുമെന്നും. പക്ഷെ വരുൺ മുമ്പ് പറയാറുള്ള പോലെ നമുക്ക് നമ്മുടെ ജീവിതം കളർഫുള്ളാക്കി മാറ്റണം. അത് അധികം വൈകാതെ തന്നെ സംഭവിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. വരുണത് കഴിച്ച് മുഴുവൻ കഴിക്കണം എന്നും പറഞ്ഞ് ആ കഞ്ഞി മുഴുവൻ വരുണിനെ കൊണ്ട് കുടിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി പരമേശ്വരൻ വീടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുമായിരിക്കും. ഈ സമയം സൂര്യ ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, സൂര്യ എന്തു പറ്റി?
അച്ഛാ, ഞാനിന്ന് എസ്റ്റേറ്റിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോഴേ ഞാനിരിക്കുന്ന കസേരയിൽ മറ്റൊരാളിരിക്കുന്നു. ഞാനതിനെക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ എന്നെ മാക്സിമം അധിക്ഷേപിച്ചാണ് സംസാരിച്ചത്. സൂര്യ, അതിനെക്കുറിച്ച് ഞാനും ഇപ്പോൾ അറിഞ്ഞത്. ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞിരുന്നു. സാറാ മാഡം നമുക്ക് ഇത്രയും വലിയ സഹായങ്ങളൊക്കെ ചെയ്തതാണല്ലോ. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാറാ മാഡത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ അവസ്ഥയിൽ അതിനെതിർക്കാനും പറ്റില്ലല്ലോ. അത് കേട്ടിട്ട് സൂര്യ പറയണ, അച്ഛാ, ഇതങ്ങനെ വെറുതെ കണ്ണടച്ചു വിട്ട് കളയാനൊന്നും പറ്റില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ചന്ദ്രശേഖരൻ എന്നെ ചെറിയച്ഛൻ്റെ കുബുദ്ധിയുണ്ട്. ഇതങ്ങനെ ഞാൻ വെറുതെ വിട്ട് കളയാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അയാളോട് എനിക്ക് 2 ചോദിക്കണം. സൂര്യ, ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നമ്മളിപ്പോൾ പോകണ്ട. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, അയാൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നടക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛനിങ്ങ് വന്നേ എന്നും പറഞ്ഞ് സൂര്യ നേരെ തന്നെ ചന്ദ്രശേഖരൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അന്നേരം ചന്ദ്രശേഖരനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുക. ഞാൻ എസ്റ്റേറ്റിൽ ചെന്നപ്പോൾ എൻ്റെ കസേരയിൽ മറ്റൊരാളിരിക്കുന്നു. ഇത്രയും നാളും എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ഞാനാ. എന്നാൽ ഇപ്പോൾ അവിടെ ഞാൻ ആരും അല്ലാതായി മാറിയിരിക്കുന്നു. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഏട്ടനോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ. സാറാ മാഡം ആ ഒരു എസ്റ്റേറ്റ് നോക്കി നടത്തണം എന്നാവശ്യപ്പെട്ടു. നമുക്കത് പറ്റില്ലെന്ന് പറഞ്ഞ് അവരെ തടയാൻ പറ്റില്ലല്ലോ. സൂര്യ, വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കാര്യം സാറാ മാഡത്തോട് പറഞ്ഞോളാം. ഓ, നിങ്ങൾ കൂടുതൽ അഭിനയിക്കുകയൊന്നും ചെയ്യല്ലേ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങളുടെ കളിയാണെന്ന് എനിക്കറിയാം. അന്നേരം കൽപ്പന അറിയുന്നുണ്ട്. ചെറിയച്ച, എന്താ ഇതൊക്കെ? സൂര്യനെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കരുത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അത് കേൾക്കുന്നതും സൂര്യ പറയണേ, കൽപ്പന, നീ എന്തിനാ ഇയാളോടൊക്കെ ഇങ്ങനെ യാചിക്കുന്നത്? അതിൻ്റെ ഒരാവശ്യമില്ല. കടിമകൾ ചിലപ്പോൾ സാറാ മാഡത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു പിടിച്ചു കാണും. അതിൻ്റെ പേരിൽ നിങ്ങളിവിടെ നടത്തുന്ന പല മാറ്റങ്ങളും ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുമുണ്ട്. സൂര്യ, നീ ഇതിലെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ വിഷമിക്കാതിരിക്കും. എന്താണെങ്കിലും കൽപ്പനയ്ക്ക് നിന്നെ അടുത്ത് കിട്ടുന്നില്ലെന്നും നിന്നോടധികം സംസാരിക്കാൻ പറ്റുന്നില്ലെന്നുള്ള പരാതിയായിരുന്നല്ലോ. തൽക്കാലം നീ കൽപ്പനയുടെ ഒപ്പം ഇരിക്കുക. നിങ്ങൾക്ക് പുറത്തെവിടെയെങ്കിലും കറങ്ങണമെന്ന് വെച്ചാൽ അത് ചെയ്യ്. അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ തയ്യാറാക്കാം. അതിനിടയിൽ സാറാ മാഡത്തോട് പറഞ്ഞ് നിനക്കവിടെ തിരിച്ചു കയറാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യാം. നിൻ്റെ കസേര അതവിടെ തന്നെ ഉണ്ടാകും. സൂര്യ, ചെറിയച്ച, ഒരു കാര്യം നിങ്ങളോർത്തോ, ചതിയിലൂടെ എന്തൊക്കെ നേടിനെ വെട്ടിപ്പിടിച്ചാലും ശരി, ഇത്ര നാളും കടമംഗലത്തിനൊരു അന്തസ്സുണ്ടായിരുന്നു. നിങ്ങളായിട്ട് അതിപ്പോൾ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പറഞ്ഞ് സൂര്യ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. പരമേശ്വരനും സൂര്യയുടെ ഒപ്പം ചെല്ലുക. അന്നേരം കൽപ്പന പറയണേ, ചെറിയച്ച, ചെറിയമ്മ എന്നെ ഒരു കാരണവശാലും കൈവിട്ട് കളയില്ലെന്ന് പറഞ്ഞതാ. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ? എൻ്റെ കൽപ്പനെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. നിന്നെ ഞങ്ങൾ കൂടെ നിർത്തിയിട്ടുള്ളതല്ലേ. സൂര്യക്ക് ആ ജോലി ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് 2 പേർക്കും കൂടി വേണമെങ്കിൽ എസ്റ്റേറ്റിലേക്ക് പോകാം. എന്താ അതുപോലെ നിനക്ക്? അങ്ങനെ സന്തോഷത്തോടെ കൽപ്പന അവിടെ നിന്നും പോകുക. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സാറാ മാഡം സൂര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയായിരിക്കും അവിടെ തുടരാൻ പോകുന്നത്. പിന്നെ സൂര്യ, ഇവൻ്റെ കാര്യം, ആ വരുണിൻ്റെ ഒപ്പം കുറേ നാൾ പൊട്ടിത്തെറിച്ച് നടന്നതല്ലേ ഇവൻ. വരുൺ അവിടെ പുറത്ത് കിടന്ന് അനുഭവിക്കുന്നുണ്ട്. ഇവൻ ഈ വീട്ടിനകത്ത് കിടന്നതിന് അനുഭവിക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടക്കുന്ന ആ വരുണിനെയാണ് കേട്ടോ. ഈ സമയം രാധിക വരുണിനെ വിളിച്ചുണർത്തുക. എന്നാൽ വരുണാണെങ്കിൽ എണീക്കുന്നില്ല, ചലനമില്ലാതെ കിടക്കുവാണ്. അതുകൊണ്ട് രാധിക അച്ഛനെ അമ്മേനേക്ക് വിളിച്ചുണർത്തുവാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഓടി വന്ന് വരുണിനെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുവാണ്. അവരൊക്കെ എത്ര തന്നെ വിളിച്ചുണർത്താൻ നോക്കിയിട്ടും വരുൺ ഉണരുന്നില്ല കേട്ടോ. ഈ സമയം ദേവനാരായണൻ തിരുമേനി വരുണിൻ്റെ ശ്വാസം നോക്കുകയും അതുപോലെ പൾസൊക്കെ പിടിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്യുവാണ്. അങ്ങനെ വരുൺ മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് രാധിക്കാൻ അവരെല്ലാവരും ചേർന്ന് വാവിട്ട് നിലവിളിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് മുത്തശ്ശി ഞെട്ടി എഴുന്നേക്കുമായിരിക്കും. അങ്ങനെ സ്വപ്നം കണ്ട് ടെൻഷനായിട്ട് പരിഭ്രമത്തോടെ മുത്തശ്ശി വേഗം തന്നെ വരുണിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. എന്നാൽ ഫോൺ ആരും എടുക്കാത്ത കാരണം രാധികയുടെ ഇതിലേക്ക് വിളിക്കുക. രാധിക ഫോൺ എടുക്കുക. ആ മുത്തശ്ശി, പറ, എന്തു പറ്റി ഈ നേരത്ത്? മോളെ, എൻ്റെ മോൻ എന്താ സംഭവിച്ചത്? എന്താ എൻ്റെ മോന് പറ്റിയത്? എനിക്കവൻ്റെ ശബ്ദം ഇപ്പം തന്നെ കേൾക്കണം. മുത്തശ്ശി, എന്താ പറ്റിയത്? എന്താ നിങ്ങൾ ടെൻഷനാവുന്നത്? വരുണൊരു കുഴപ്പമില്ല. വരുണിവിടെ കിടന്നുറങ്ങുക. ഇല്ല, എനിക്കവൻ്റെ ശബ്ദം കേൾക്കണം. കേട്ടാലേ മനസ്സിനൊരു സമാധാനം കിട്ടൂ. മുത്തശ്ശി, വരുണിന് ചെറിയൊരു പനിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ നല്ല മയക്കത്തില്ല. നീ അവനെ ഇപ്പം തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്ക്. അല്ലെങ്കിൽ മുത്തശ്ശിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല മോളെ. അത് മുത്തശ്ശി. ശരി, ഞാൻ വിളിക്കാം. അങ്ങനെ രാധിക വരുണിനെ വിളിച്ചെണീപ്പിക്കുക. ദേ മുത്തശ്ശിയെ വിളിക്കുന്നത്. ആ മുത്തശ്ശി, എന്തു പറ്റി? ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. വരുൺ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ആശ്വാസം ഇത്. എന്തു പറ്റി മുത്തശ്ശി? എന്താ ഈ നേരത്ത്? ഒന്നുമില്ല മോനെ, ഞാൻ നിന്നെക്കുറിച്ചൊരു ദുസ്വപ്നം കണ്ടു. നിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് മുത്തശ്ശിയുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. മുത്തശ്ശി പേടിക്കുകയൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങളിവിടെ ആറ്റുവാശ്ശേരിയിലുള്ളത്. ഞാൻ അറിഞ്ഞു, സൂര്യ പറഞ്ഞിരുന്നു. എന്നാലും അവിടെ എത്തിയിട്ട് നീ ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ. നിൻ്റെ ശബ്ദം കേൾക്കുന്നതല്ലേ മുത്തശ്ശിക്കും നിൻ്റെ അച്ഛനുമൊക്കെ ആശ്വാസം. ഞങ്ങളുടെ ആകെയുള്ളൊരു പ്രതീക്ഷ നീയല്ലേ മോനെ? ഈ സമയം വരുൺ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് അവിടെ സുഖമല്ലേ? എന്തൊരു ചോദ്യമോടെ ഇത്? നിങ്ങൾ 2 പേരും ഇല്ലാതെ മുത്തശ്ശിക്ക് എവിടെയായാലും എന്ത് സുഖമെങ്കിലും കിട്ടുമോ? എത്ര വലിയ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ശരി,
ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാടാ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോൾ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്നിരിക്കും, സംസാരിക്കും, കളിചിരി ഒക്കെയായിട്ട് എന്ത് സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. എൻ്റെ അടുത്തിരിക്കാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. ആകെ ഒറ്റപ്പെട്ട പോലത്തെ അവസ്ഥയാണ്. നിൻ്റെ അച്ഛനും ആകെ തകർന്നിരിക്കുക. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെ പ്രവൃത്തികളൊക്കെ നിനക്കറിയാവുന്നതല്ലേ. എന്താണെങ്കിലും നീ ഇവിടെ ആറ്റുവാശ്ശേരിയിലുണ്ടല്ലോ, അത് തന്നെ സമാധാനം. ഒന്നുമില്ലെങ്കിലും തെരുവിൽ അലഞ്ഞ് നടക്കുന്നതിനേക്കാൾ എത്രയോ പേരോ അവിടെ നിൽക്കുന്നത്. അവിടെ ദേവനാരായണനും യശോദയ്ക്ക് നിന്നെയും രാധികനെയും നല്ലപോലെ നോക്കും. ആ ഒരാശ്വാസമെങ്കിലും മുത്തശ്ശിക്കുണ്ടാകുമല്ലോ. ഈ സമയം മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും വരുണിൻ്റെ കണ്ണുകൾ നിറയുവാണ്. അന്നേരം പെട്ടെന്ന് തന്നെ രാധിക ഫോൺ വാങ്ങുക. മുത്തശ്ശി വരുണിൻ്റെ കാര്യം എടുത്ത് ഒരു കാരണവശാലും പേടിക്കണ്ട. വരുണിനെ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും സംരക്ഷിക്കും. വരുണിന് ഞാൻ നല്ല ധൈര്യമൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുണിൻ്റെ കാര്യത്തിൽ ഇനി ഒരു പേടിയും വേണ്ട. നോക്കാനായിട്ട് ഞാനുണ്ടല്ലോ കൂടെ. അങ്ങനെ രാധിക അങ്ങനെ മുത്തശ്ശിയോട് സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് കുറച്ച് കാട് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു കത്തിക്കരഞ്ഞ നിലയിൽ ഒരു ബോഡി കിട്ടുവാണ് കേട്ടോ. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ആ ബോഡിക്ക് ചുറ്റും കൂടിയിരിക്കുവാണ്. വിവരം അറിഞ്ഞ് ACPയും കൂട്ടരും ഒക്കെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ആ ബോഡി കണ്ടതും ശ്യാമയുടെ ബോഡിയാണോ എന്നുള്ളൊരു സംശയം ആ ഒരു നിഗമനത്തിലേക്കും പോലീസുകാരെത്തുവാണ്. അങ്ങനെ വിവരങ്ങളെല്ലാം ACP വരുണിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അത് കേൾക്കുന്നതും വരുൺ ഷോക്കാക്കണേ. സാർ, സത്യമാണോ ഈ പറയുന്നതൊക്കെ? വരുൺ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് അടുത്ത മോർച്ചറിയിലേക്ക് വരൂ. രാധികയും കൂടെ കൂട്ടണം. നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ആ ഒരു മോർച്ചറിയിലേക്ക് രാധികനെയും കൂട്ടി അവിടെ എത്തുന്ന വരുണിനെയാണ്. ഈ സമയം ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ചുറ്റും ആൾക്കാർ കൂടുകയും മീഡിയക്കാരൊക്കെ കവർ ചെയ്യാനായിട്ട് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ച് അതിനകത്തേക്ക് കയറുന്ന വരുണിനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ദുർഗയുടെ സ്നേഹപൂർവ്വ ശ്യാമ സീരിയലിൻ്റെ മഹാസംഗമ എപ്പിസോഡുകളാണ്. അപ്പോൾ ശ്യാമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാനായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്